നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിന് ഇന്നലെ തുടക്കമായിരുന്നു. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടി 2024 വിശിഷ്ട അതിഥിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രിക്ക് ആദരവ് അറിയിച്ച് ബുർജ് ഖലീഫ ത്രിവർണ്ണ പതാക അണിഞ്ഞ കാഴ്ചയാണ് ഇന്നലെ ലോകം കണ്ടത്. ഗസ്റ്റ് ഓഫ് ഓണർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പരാമർശവും ബുർജ് ഖലീഫയിൽ ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ വിവിധ കരാറുകളിലും പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഒപ്പിട്ടിരുന്നു. ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ ഇന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ സംസാരിക്കുന്നത്. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമായ BAPS ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം UAEയിൽ പ്രവാസി ഇന്ത്യക്കാരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ഭാരത് UAE ദോസ്തി സിന്ദാബാദ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗത്തിന് തുടക്കമിട്ടത്. നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുവെന്നും ജന്മനാടിൻ്റെ മധുരവുമായാണ് താൻ എത്തിയതെന്നും ഇന്ത്യ UAE സൗഹൃദം നീളാൽ വാഴട്ടെ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. UAE പ്രസിഡന്റിനെ സഹോദരൻ എന്ന് മോദി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചു. മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സംസാരിച്ചതിന് പിന്നാലെ അറബിയിലും ഹിന്ദിയിലും അദ്ദേഹം പ്രസംഗിച്ചു. അറബിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉച്ചാരണത്തിൽ തെറ്റുണ്ടാകാമെന്നും മോദി പറഞ്ഞു. 2019 UAEയുടെ പരമോന്നത ബഹുമതി നൽകി UAE എന്നെ ആദരിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇത് എനിക്കുള്ള ബഹുമതിയില്ല, ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കുള്ളതാണ്. ഷെയ്ഖ് മുഹമ്മദിനെ കാണുമ്പോഴെല്ലാം ഇന്ത്യൻ ജനതയെക്കുറിച്ച് എന്നും പ്രശംസിക്കാറുണ്ട്. ഇന്ത്യ UAE ബന്ധം ഓരോ ദിവസവും ദൃഢമായി കൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള ചരിത്ര മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇന്ത്യ UAE ദൃഢബന്ധം വ്യക്തമാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 6 മാസം ചെലവഴിച്ച UAE ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിയെ മോദി അഭിനന്ദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ 3ാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് UAE എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയുടെ 7ാമത്തെ വലിയ നിക്ഷേപകരാണവർ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുമെന്ന ആ ഉറപ്പ് നരേന്ദ്രമോദി ആവർത്തിച്ചു. തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് UAEയിലും അദ്ദേഹം എടുത്തു പറഞ്ഞു. 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുമെന്നും ഇതാണ് 3ാം മോദി സർക്കാരിൻ്റെ ഉറപ്പെന്നും നിങ്ങളുടെ ദുരിതം തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണെന്നും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം UAEയിൽ വെച്ച് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.